ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുതാ ജയ. വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് 7-ാമത്തെ അധ്യായം. അധഗോതികയുടെ സ്വർഗപ്രാപ്തിയെ കണ്ടു മിഥിലാധിപ നൃപൻ വിസ്മയപ്പെട്ടു പാരം. ശുദ്ധദേവനാം മുനിതൻ പാദം കൂപ്പിത്തൊഴുതതിവാഞ്ചയാ ചോദിച്ചിടിനാൻ ഭക്തിയോടെ. മാമുനെ ഭവാനെ ദൂധർമ്മത്താൽ ഇന്നു വേഗാൽ ശ്രീമതാം വരദാനം ഇക്ഷാകൂസുരൻ തന്നെ. നാഗത്തിനയച്ചൊരു പുണ്യവൈഭവം കേൾപ്പാനാകാംക്ഷഭാരമുണ്ടു മനസ്സേ നമുക്കിപ്പോൾ. ഭൂപതി ഭക്തിയോടും ഇങ്ങനെ ചോദിച്ചപ്പോൾ താപസോത്തമൻ തെളിഞ്ഞരുളി ചെയ്താനേവം. കേൾക്ക നീ വൈശാഖധർമ്മത്താൽ ഉദ്ധരിച്ചേൻ ഞാൻ ദുഃഖത്തിൽ നിന്നു ധർമ്മശീലനാം ഭൂപാലനെ. തൽക്കാല മുഖ്യഭേദം കേൾക്കേണമെന്നാകിൽ ഇന്നൊക്കവേ സംക്ഷേപിച്ചു ചൊല്ലുവൻ നരപതേ. സ്നാനവും ശൗചം തഥാ സന്ധ്യാതർപ്പണം ശ്രാദ്ധം നൂനം വൈശാഖധർമ്മം അഗ്നിഹോത്രവുമിവ ചെയ്യാഞ്ഞാൽ അധോഗതി വന്നിടും. ഇതുപോലെ ചെയ്താൽ നന്മകൾ വരും അന്യധർമ്മങ്ങൾക്കെല്ലാം. രാജാവില്ലാതെയുള്ള പ്രജകൾ എന്ന പോലെ രാജൻ വൈശാഖഹീന കർമ്മങ്ങൾക്കനോദിനം. സഫലമില്ലെന്നല്ല ദോഷങ്ങൾ ആക്രമിക്കും സുഫലമാകും വൈശാഖത്തെ എങ്ങനുഷ്ഠിച്ചാൽ. ഉദക കുംഭം പ്രഭാദാനവും പതിച്ചായ സുദൃഢം നിർമ്മിക്കയും പലക ചരിപ്പാതി കുടയും ചുവറ്റിയും തിലവും മധു പിന്നെ അടദോഷാഭൂവാദി ഘോരസാവലികളും. അൻപുറ്റോ ദാനം കിണർ അൻപുറ്റ ദാനം കിണർ കുളവും വാവി വഴി അമ്പലം ഇവ നിർമ്മിക്കുന്നതും വഴി തന്നിൽ. കരിമ്പും കരിമ്പടം വസ്ത്രാദി നാളികേരം ഹരികർപ്പൂര സുഗന്ധാനുലേപനം വസ്ത്രം ഉപദാനങ്ങൾ ശയ്യ ഖഡ്ഭാദിചൂത ഫലം നൃപതി മണി കേൾക്ക പനസ ഫലം ദദാ. അന്നവും പിഷ്ടം ജലം സായാനീ ഗുളോദേകം നന്നു ചിത്രാണം പൗർണമാസിദ്യന്നം ദദാ. ചാരുതാംബൂലദാനം എപ്പോഴും യോഗ്യം തന്നെ. വീരാ കേൾക്കരീരകം മുഖ്യത ചൈത്രദേശേ. വ്രതസ്നാനവും അർക്കന്നുദിക്കുന്നതിന് മുമ്പേ മാധവൻ തന്നെ പൂജിച്ചിടുക വേണം. പിന്നെ മാധവമാസമാഹാത്മ്യങ്ങൾ കേൾക്കയും പിന്നെ മാധവധ്യാനമുള്ളിൽ ഉറപ്പിക്കയും ഭക്ത്യ. പൈപാത്രാശനം തൈലമെന്നിവ വർജിക്കേണം. കാലുകൾക്കേറ്റം തൃണം കവളം കൊടുക്കേണം. കാൽ കഴുവിച്ചിടണം അതിഥി പൂജാദിയും കാലേ ചെയ്യണം വിപ്രജാതിക്കെന്നറിയുക നീ. മരിച്ച ലവണങ്ങൾ സീതാസംയുതഭീഷ്ടം സരസംഭുക്തം മാധവീദാനം ശുഭം നിത്യം. ദതി സംയുതനേദ്യം തൽക്കാലേ ഹരിപൂജയ്ക്കധികം ഫലമുണ്ടെന്നറിക മഹാത്മാവേ. നാരിമാർ തദ്വൈശാഷേ അച്യുതമർച്ചയാഞ്ഞാൽ ചാരുസൗഖ്യവും നല്ല പുത്രരും വർദ്ധിച്ചിട. ധന്യമാം പുത്രസുഖം ഭർത്താവിനായുർബലം എന്നിവ സിദ്ധിച്ചിടും വൈശാഖധർമ്മം ചെയ്താൽ. ലക്ഷ്മീശൻ ധർമാധർമ്മദാനവേദങ്ങൾ ഓരോ നീക്ഷണം ചെയ്യുവാൻ എഴുന്നള്ളിയിടും പ്രജാഗ്രഹേ. വാരിജാക്ഷനീ തത്ര സേവ ചെയ്തിടാത്തവർ രൗരവമായിടുന്ന നരകം പ്രാപിച്ചിടും. അഞ്ചുണ്ടു ജന്മം പുനരവനു ഗർദ്ധവമായി ചഞ്ചലമില്ല ഭൂമി വല്ലവാദരിച്ചാലും. അന്നദാനവും ജലദാനവും വിശേഷിച്ചു ധന്യമാം വിപ്രന്മാർക്കു ചെയ്യണമതു ചെയ്തും. പ്രാണികൾക്കെല്ലാം പ്രാണരക്ഷണം ഇവ രണ്ടും ചോണി നായക നൽകിയിടാകിലത്രയും കഷ്ടം. രണ്ടിൻ്റെ ഫലങ്ങളും പണ്ടു ഞാൻ കണ്ടോരോന്നിൽ ഉണ്ടായോരിണ്ടലിന്നും ഒന്നുമെൻ മനക്കാമ്പിൽ. മൽപിത പിശാചമായി കർമാർക്ക രശ്മിയേറ്റു നിഴൽ കൂടാതെ അവനെ വിശപ്പു പൊറായുകയാൽ തന്നെ മാംസം ഖണ്ഡിച്ചശനം ചെയ്തു ദാഹം വന്നു വർദ്ധിച്ചിടുന്നതേതുമേ സഹിയാഞ്ഞും. ശതാലി വൃക്ഷമൂലി വർത്തിച്ചിടുന്ന കാലം വിസ്മയമതിൽ പരമിനിയും കേൾക്ക ഭവാൻ.
പണ്ടു ചെയ്തൊരു ദോഷ വൃത്തി കൊണ്ടവരുടെ കണ്ട ദേശാന്തേയൊരു സുഷിരമുണ്ടായി വന്നു. ഉള്ള വൈദാഹം പൊറാഞ്ഞങ്ങനെ നോക്കുന്നേരം വെള്ളമെല്ലാമേ വിഷമെന്നുള്ളിൽ തോന്നുമപ്പോൾ ചിത്തഭ്രാന്ത്യാമ്പുകിഞ്ചിൽ സേവിച്ചിടുകിൽ പിന്നെ വക്രത്തിലായാൾ കണ്ട സുഷിരെ ധൂളിച്ചിടും. ത്വസ്സഹം ഭുജിക്കുമ്പോൾ തൽസുഷിരാന്തേയൊരു മാംസഖണ്ഡവും പൂക്കു തടഞ്ഞു നിന്നു തഥാ കീഴ്പോട്ടും അത് പിന്നെ മേൽപോട്ടും ഗമിയാഞ്ഞു വായ്പേറും ദുഃഖം പറഞ്ഞിടുവാനാളല്ല ഞാൻ. പിടഞ്ഞു വീണു കിടന്നുരുണ്ടും പിരണ്ടവൻ കുടഞ്ഞും എഴുന്നേറ്റും അറിഞ്ഞു വീണും പിന്നെ കരഞ്ഞു കരഞ്ഞവൻ ഖേദിച്ച പ്രകാരങ്ങൾ പറഞ്ഞാൽ ഒടുങ്ങാമോ ദുഷ്കൃത വൈഭവങ്ങൾ. അങ്ങനെ ചില ദിനം കവിഞ്ഞാരനന്തരം ഗംഗാസ്നാനാർത്ഥം പുറപ്പെട്ടതു ഞാനുമെടോ. മാർഗത്തിൽ എന്നെ കണ്ടു തരസ ഭക്ഷിപ്പാനായ ആഗ്രഹത്തോടു ഭാരം ഓടിയെത്തിയ നേരം എങ്കലുള്ളൊരു മഹാബ്രഹ്മതേജസ്സു കണ്ടു സങ്കടത്തോടു ഭാരം ഭയപ്പെട്ടവനൊരു ഘോരമാം പിശാചത്തോടിങ്ങനെ ചൊന്നേനഹം. ഭീരുത കളഞ്ഞത്ര നിൽക്ക നീ പേടിക്കേണ്ട, എന്നാലില്ലൊരു ബാധ നിനക്കെന്നറിഞ്ഞാലും നിന്നാലും ചില വാർത്ത കേൾപ്പാനായി ചോദിക്കുന്നേൻ. ആരടോ ഭവാൻ എന്തു ദുഃഖം ചൊൽകെന്നു കേട്ടു ചാരവേ വന്നു പുനരെന്നോടു ചൊന്നാനേവം. ആനർത്തദേശത്തിങ്കൽ ഭൂവരഗ്രാമേ പുരാവൂനം കൂടാതെയുള്ള സംസ്കൃതി ഗോത്രത്തിങ്കൽ മൈത്രനെന്നിനിക്കു പേർ ഭൂദേവോത്തമനഹം ശ്രോത്രിയനായേൻ ബഹു ശിഷ്യ സമ്പത്തുമുണ്ടായി. ജ്ഞാനദാനാതീതഭൂ നിഷ്ഠയാ വസിച്ചേൻ ഞാൻ ഊനമെന്നിയേ സർവ തീർത്ഥവും ആടിയിടിനേൻ. അന്നദാനം ഞാനൊട്ടും വൈശാഖേ ചെയ്യായ്കയാൽ വന്നകപ്പെട്ടു താപം ഇങ്ങനെ നമുക്കഹോ. ക്ഷുതദേവനെന്നൊരു സുതനുണ്ടല്ലോ മമ മതിമാനവനോടു മൽവിശേഷങ്ങളെല്ലാം പറഞ്ഞു ബോധിപ്പിച്ചു. വൈശാഖ സ്നാനത്തെ ഞാൻ കുറഞ്ഞിടാതെ ഭക്ത്യാ വിഷ്ണു പൂജയും പിന്നെ അതിഥി പൂജ ബലദാനവും ചെയ്യിപ്പിച്ചാൾ വ്രതകൾ തീർന്നു വിഷ്ണു സായുജ്യം ലഭിച്ചിടും. ഇതിന്നു ഭവാൻ എന്നെ കുറിച്ചു കൃപ വേണം, അതിന്നു ബഹുപുണ്യം വർദ്ധിക്കൂ എന്നേ വേണ്ടു. അതു കേട്ടുടൻ ഭൂമോ പതിച്ചേൻ അതികേതാൽ അതിദുഷ്കൃതിയെന്നു നിനച്ചേൻ എന്നെ തന്നെ. മതിതാപവുമുള്ള ഉള്ളലടക്കി പിന്നെ ചൊന്നേൻ സുതനായ ദൂതവ ഞാനെന്നു ധരിച്ചാലും സ്മൃതികളെല്ലാം ധരിച്ചിരിക്കും എനിക്കാശു മൃദു സങ്കടം തീർപ്പാനാളല്ലാഞ്ഞതുമൂലം. അജ്ഞാനിയായോരു ഞാൻ എന്തിനീ ചെയ്യേണ്ടതെന്ന് അജ്ഞ ചെയ്താലും മടി കൂടാതെ ചെയ്തിടുവൻ. നന്ദനനെന്നു കേട്ടു നന്ദിച്ചു പിശാചനും നന്നായിട്ടനുഗ്രഹിച്ചിങ്ങനെ ചൊല്ലിയിടിനാൻ. വൈകാതെ ചെന്നു ഭവാൻ വൈശാഖ സ്നാനം ചെയ്തു കേശവാർച്ചനം പിന്നെ അതിഥി പൂജാദിയും എന്നെയും ചിന്തിച്ചു ചെയ്തിടുക. എന്നാലുടൻ തീർന്നിടുമെൻ്റെ ദുഃഖം ഒക്കെയും കുമാരാകൾ എന്നുര ചെയ്തോർ പിതാ തന്നെയും വണങ്ങി ഞാൻ ചെന്നുമൾ ഗ്രഹം പൂക്കു വന്നിതു തൽക്കാലവും. വിധിച്ച വണ്ണം തന്നെ വൈശാഖം അനുഷ്ഠിച്ചേൻ ത്യജിച്ചു പിശാചദേഹത്തെയും മമ പിതാ. ധരിച്ച ദിവ്യരൂപത്തോടും മൽഗ്രഹേ വന്നു വധിച്ചു വിശേഷങ്ങൾ ഓരോന്നേ പിന്നെ അനുഗ്രഹിച്ചു. തേരിലേറ്റി ഗമിച്ചു മറവോളം മിഴിച്ചു നിന്നു കണ്ടേൻ ധരിച്ചിടുക ഭൂപ. അന്നദാനത്തിൻ ഫലമിങ്ങനെ കണ്ടേനല്ലോ മന്നവാ കേട്ടുകേളി ഹല്ലിതു സത്യമത്രേ. മാധവമാസേ ജലദാനവും അന്നദാനം മാധവനേറ്റം പ്രിയം സേവിക്ക ചൊന്നവണ്ണം. സർവപാപങ്ങളറ്റു വിഷ്ണു സായുജ്യം വരും ഉർവീശ പുനരിനി എന്തു കേൾക്കേണ്ടു സഖേ. സ്കാന്തമാം പുരാണത്തിൽ വൈശാഖ മഹാത്മ്യത്തെ കിന്നത നീങ്ങിടുവാൻ ചൊല്ലിനേഴധ്യായം. ഇത് വൈശാഖ മഹാത്മ്യേ സപ്തമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.